ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2033. ഇന്ന് ജൂലൈ മാസം 25-ാം തീയതി, 206-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവിൻ്റെ അമ്മയും അപ്പനും സഹോദരന്മാരുമൊക്കെ ആകാനായിട്ട് നമുക്കൊക്കെ ഒരു വാഗ്ദത്തം ലഭിച്ചതാണ്. അങ്ങനെ ഒരു വാഗ്ദാനം യേശുവിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതെവിടെയല്ലേ? അതെപ്പോഴാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് അത് നമുക്ക് കണ്ടെത്താം. യേശുവിന്റെ അമ്മയായ മറിയത്തെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടി, താത്തിക്കെട്ടാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു തുടങ്ങുമ്പോൾ അവരുടെ അടുത്ത് ഉപയോഗിക്കാറുള്ളൊരു വചനമുണ്ട്: എനിക്ക് അമ്മയാര്, എനിക്ക് സഹോദരങ്ങളാര്. യേശുവിൻ്റെ ഒരു ചോദ്യമാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് മറിയവും സഹോദരന്മാരുമൊക്കെ വരുമ്പോൾ ആൾക്കൂട്ട നിമിത്തം അവനിലേക്ക് എത്താനായിട്ട് പറ്റാതെ പോകുമ്പോൾ ആരോ വന്ന് അറിയിക്കുന്നു, പുറത്ത് അമ്മയും നിന്റെ സഹോദരങ്ങൾ നിന്നെ കാത്തു നിൽപ്പുണ്ട്. യേശുവിന്റെ പ്രതികരണമായിരുന്നു: എനിക്ക് അമ്മയാര്, എനിക്ക് സഹോദരങ്ങളാര്. പുറത്തു നിൽക്കുന്ന സ്വർഗം കണ്ട, ഭൂമി കണ്ട ഏറ്റവും വിശുദ്ധയായ നിർമ്മലയായ സ്ത്രീ, അവരെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയാണോ ക്രിസ്തുയേശു അങ്ങനെ പറഞ്ഞത്? എനിക്ക് അമ്മയാര്? ഒരിക്കലുമല്ല. പിന്നെ ശരിക്കും മറിയമെന്ന ആ വലിയ അമ്മയ്ക്ക് കിട്ടുന്ന ഈ മകന്റെ വലിയൊരു വാഴ്ത്തലാണ് തുടർന്നു വരുന്ന വിശദീകരണം. ദൈവവചനം കേട്ട് ആര് അനുസരിക്കുന്നുവോ അവരാ എൻ്റെ അമ്മയും സഹോദരിമാരും. എന്ന് വെച്ചാ പുറത്തു നിൽക്കുന്ന ആ സ്ത്രീ പ്രസവിച്ചതുകൊണ്ട് മാത്രമല്ല എൻ്റെ അമ്മയാവുന്നത്. പിന്നെ ദൈവവചനം കേട്ട് അത് അനുസരിച്ച് അതിന് വിധേയപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ അവിടുത്തെ ദാസിയാണ്, അവിടുത്തെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് സകലതും സമർപ്പിച്ച, അത്രത്തോളം സ്വയം ശൂന്യമായ വിനയപ്പെട്ട അമ്മ. അങ്ങനെ ചില ക്വാളിറ്റികൾ ജീവിതത്തിൽ കണ്ടെത്തിയാൽ, നിലനിർത്തിയാൽ മാത്രമാണ് നമ്മളും കുറെ കൂടി അന്തസ്സോടെ ആവുകയുള്ളൂ. അതൊന്ന് തിരിച്ചറിയണ്ടേ? ഒപ്പം യേശുവിൻ്റെ അമ്മയുടെ സന്നിധിയിൽ നമുക്കും പറഞ്ഞു തുടങ്ങാം, മിണ്ടിത്തുടങ്ങാം. ഒന്ന് സഹായിക്കാനായിട്ട്, എന്നെയും ഒന്ന് കരുതണമെന്ന്. ദൈവത്തിന്റെ വചനം കേൾക്കാനും പാലിക്കാനും എന്നെയും ഒന്ന് പാകപ്പെടുത്തണേ. അമ്മ അത് എപ്രകാരം കേട്ടതോ അപ്രകാരം, അമ്മ അത് എപ്രകാരം പാലിച്ചു അപ്രകാരം എന്നെയും ഒന്ന് പാകപ്പെടുത്തണമേ. ആമേൻ.